ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ചരിത്രത്തിൽ എന്താണ് യേശുദേവൻ്റെ സ്ഥാനം? ചരിത്രത്തിൽ എന്താണ് മുഹമ്മദ് നബിയുടെ സ്ഥാനം? ചരിത്രത്തിൽ എന്താണ് ബുദ്ധൻ്റെ സ്ഥാനം? ഇതെല്ലാം ആലോചിക്കുമ്പോഴാണ് അവരെ കൃത്യമായി മനസ്സിലാക്കിയ ചിലരെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ തിരുമേനി പറഞ്ഞതുപോലെ അതിലൊരാളാണ് ക്രിസോസ്റ്റം വലിയ തിരുമേനി. അതായത് മനുഷ്യരാശിക്ക് ചിലതില്ലാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ചിലതവർക്ക് അധികമായി ഉണ്ടായിരുന്ന കാലത്ത്, അതിനെ ക്രമീകരിച്ചാലേ മനുഷ്യനെ രൂപപ്പെടുത്താൻ പറ്റും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് യേശുദേവൻ. ഞാൻ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരം, എല്ലാ അധികാരവും ലോകത്ത് എവിടെയുണ്ടെങ്കിലും അതിന് കാരുണ്യം കുറവായിരിക്കും. റോമാ സാമ്രാജ്യത്വത്തിന് തീരെ കാരുണ്യം ഉണ്ടായിരുന്നു. യേശുദേവൻ ശ്രമിച്ചത് എല്ലാ കാലത്തും മനുഷ്യന് സ്നേഹം ഉണ്ടാവും. പക്ഷേ സ്നേഹത്തെ കാരുണ്യമായി വളർത്തണമെങ്കിൽ അതിനൊരു പാഠശാല ആവശ്യമാണ്. അതിന് മനുഷ്യനൊരു പരിവർത്തനം ആവശ്യമാണ്. അത് വയറിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു മാറ്റം ആവശ്യമാണ്. യേശുദേവൻ്റെ, ഞാൻ ഇപ്പം തിമോസ് തിരുമേനിയെ പോലൊന്നും എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം നടത്തിയ എല്ലാ ശ്രമങ്ങളും മനുഷ്യനിൽ കാരുണ്യമുണ്ടാക്കാൻ വേണ്ടിയാണ്. കാരുണ്യമില്ലെങ്കിൽ മനുഷ്യൻ പാപിയാവും. അത് അന്നും ഇന്നും പാപിയാവും. അമേരിക്കയിലും ആസ്ട്രേലിയയിലും കൊട്ടാരക്കരയിലും പാപിയാണ്. പാപിയല്ലാതാക്കാൻ സ്നേഹത്തെ കാരുണ്യമായി വളർത്തണം. സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു വികാരമാണ്. ശരീരത്തിൻ്റെ വികാരം, സ്നേഹം പലപ്പോഴും കാമമായി വളരും. കാമമായി വളർന്നാൽ അത് ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ സുഖത്തിലേക്ക് എത്തിച്ചേരും. സുഖം എപ്പോഴാഗ്രഹിക്കുന്നോ അപ്പോൾ വേറൊരാൾക്കുണ്ടാകുന്ന ദുഃഖം കാണാതെ പോകും. അപ്പം ശരീരത്തിൻ്റെ സ്നേഹത്തെ ആത്മാവിൻ്റെ സ്നേഹമാക്കി വളർത്തണം. ആത്മാവിൻ്റെ സ്നേഹം കാരുണ്യമാണ്. ആത്മാവിൽ സ്നേഹമുള്ളവൻ വേറൊരാളും നോവിക്കുകയല്ല. വേറൊരാളിനുണ്ടാവുന്ന വേദന തൻ്റെ മനസ്സിൻ്റെ വേദനയായി, തൻ്റെ വേദനയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് മറ്റൊരാളിൻ്റെ വേദന പരിഹരിക്കാൻ താൻ വേദന ഏറ്റെടുക്കുകയും ഒരുപക്ഷെ തൻ്റെ ജീവിതം സമർപ്പിക്കുകയും വേണ്ടി വന്നാൽ രക്തസാക്ഷിയാവുകയും ചെയ്യുന്നത് കാരുണ്യത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ചെയ്തയാളാണ് യേശുദേവൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് അധികാരത്തെ ഭയം ഉണ്ടാവില്ല. അധികാരത്തിൽപ്പെട്ട് വേദനിക്കുന്ന മനുഷ്യനോട് തന്നെ സമർപ്പിക്കാനുള്ള ഒരു മോഹമുണ്ടാവുകയും ആ മോഹം തൻ്റെ ജീവൻ കൊടുക്കുന്നതിലേക്ക് വളരുകയും ചെയ്യും. ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചതായി ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ എന്താ പ്രശ്നം? ഇന്ന് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ വിശ്വാസിയുടെയോ അവിശ്വാസിയുടെയോ പ്രശ്നമല്ല. ഇന്ന് സമൂഹത്തിലില്ലാത്തത് കാരുണ്യമാണ്. അച്ഛനോട് പോലും മക്കൾക്ക് കാരുണ്യമില്ല. മക്കളോട് അച്ഛനും അമ്മയ്ക്കും തന്നെ അപൂർവമായിട്ടേ കാരുണ്യമുള്ളൂ. ഭർത്താവിനോട് ഭാര്യയ്ക്ക് കാരുണ്യമില്ല. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുണ്ട്. സ്നേഹം ഒരു കമ്പോളത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഒരു കൈമാറ്റമുണ്ട്. അതിൽ തീരെ കാരുണ്യമില്ല. കാരുണ്യമില്ലാതെ ഒരുപാട് കാലം സഞ്ചരിച്ചാൽ നമ്മൾ കമ്പോളത്തിലെ ഒരു ഉൽപ്പന്നമാവും. നമുക്ക് കമ്പോളം വിലയിടും. കമ്പോളത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലാഭമുണ്ടാക്കുക. ലാഭമുണ്ടാക്കാൻ വേണ്ടി കമ്പോളത്തിൽ മായം ചേർക്കും. കമ്പോളത്തിൽ മായം ചേർത്ത് തുടങ്ങിയാൽ ഏറ്റവും വലിയ മായം ചേരാൻ പോകുന്നത് സ്നേഹത്തിലാണ്, സൗഹൃദത്തിലാണ്. നമ്മുടെ സൗഹൃദങ്ങളും സ്നേഹവും മിക്കവാറും 90%
മായം ചേർന്നതാണ്. അത് മതത്തിലും രാഷ്ട്രീയത്തിലും ഭരണത്തിലും സർവ്വടത്തും വ്യാപിച്ചു എന്നതാണ് ആധുനിക ലോകം നേരിടുന്ന സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാനം. എവിടെയും മനുഷ്യന് ലാഭമാണ്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം അമേരിക്ക ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതിൻ്റെ ഒറ്റ കാരണം അമേരിക്കയ്ക്ക് കാരുണ്യം ഉണ്ടായിരുന്നില്ല. അമേരിക്കക്കാരോട് സ്നേഹം ഉണ്ടായിരുന്നു, ജപ്പാൻകാരിലും ചിലരോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാരുണ്യമുള്ള ഒരാൾക്ക് ബോംബിടാൻ പറ്റുക, കാരുണ്യമുള്ള ഒരാൾക്ക് മറ്റൊരാളെ നോവിക്കാൻ ബോംബ് പൊട്ടിക്കാനൊക്കെയല്ല, കാരുണ്യമുള്ള ഒരാൾക്ക് മറ്റൊരാളെ തല്ലാൻ പറ്റുകയല്ല, തിരുത്താനേ പറ്റൂ. തിരുത്താൻ വേണ്ടി തന്നെ പീഡിപ്പിക്കാനേ പറ്റൂ. ഗാന്ധി ചെയ്ത അതാണ്. തന്നെ പീഡിപ്പിച്ചുകൊണ്ട് എതിരാളിയുടെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ആ ജഡത്തെ നോക്കി മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഒരു യേശുദേവൻ കുരിശിലേറ്റപ്പെട്ടു. ഇന്നതാ ഒരു വെള്ളിയാഴ്ച, ജനുവരി 30 വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച മറ്റൊരു യേശു ഇന്ത്യയിൽ കുരിശിലേറ്റപ്പെട്ടു. അദ്ദേഹം വെടിക്കാണ് ഇരയായി. അപ്പം ഇവിടെ ഇല്ലാതെ പോകുന്നത് റോമ സാമ്രാജ്യത്വത്തിന് ഇല്ലാത്ത അത് കാരുണ്യമായിരുന്നു. അത് കൃത്യമായി യേശുദേവന് മനസ്സിലായി. അവരിൽ കാരുണ്യം ഉണ്ടാവണമെങ്കിൽ യേശുദേവൻ അറിയാമായിരുന്നു, ഞാൻ മരിച്ചാൽ മാത്രം പോരാ, ഒരുപാട് പേർ മരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ രക്തസാക്ഷിയായത്. യേശുദേവൻ മരിച്ചതിന് ശേഷം പിറകെ ക്രിസ്ത്യാനിയായ മനുഷ്യരാണ്. കാരണം അവർ കാരുണ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. അവരെ രാജാധികാരങ്ങൾക്കും അധികാരങ്ങൾക്കും കൊന്നു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അധികാരത്തിന് തന്നെ തോന്നി അവരുടെ ഉള്ളിൻ്റെ കോണിൽ എവിടെയോ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ നന്മക്കടുവോളമുണ്ടായി. അങ്ങനെയാണ് അധികാരത്തിൻ്റെ കൂടെ നിന്നവർ ഈ മതത്തെ അംഗീകരിച്ചു. അപ്പം യേശുദേവൻ ചരിത്രത്തിൽ ചെയ്തത്, ചരിത്രത്തിൽ അന്ന് വരെ കാരുണ്യം കുറവായിരുന്നു. അത് ആ കാലത്തെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. കാരണം മനുഷ്യന് വിശപ്പ് കൂടുതലായിരുന്നു. വേട്ടയാടി കിട്ടുന്നതെല്ലാം ഭക്ഷിച്ച് അവൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും നിക്ഷേപിക്കാൻ സമയമില്ലാതെ അധ്വാനിച്ച് ജീവിച്ച, അവനെ ഭരിക്കുന്നവർ ഈ അധ്വാനിക്കുന്നവനെ ചൂഷണം ചെയ്ത് സുഖിച്ച, അപ്പം അവർക്കും എവർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാതെ പോയ, ചരിത്രത്തിൽ കാരുണ്യത്തിൻ്റെ ഇടങ്ങൾ കുറഞ്ഞുപോയ ഒരു കാലത്ത് യേശുദേവന് തോന്നി, മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തൊഴിലെടുക്കുന്നവനും എടുപ്പിക്കാൻ ശ്രമിക്കുന്നവനും ഒരു തിരുത്തലുണ്ടാകുന്നത് സ്നേഹം കാരുണ്യമായി വളരുമ്പോഴാണ്. മറ്റൊരുത്തൻ്റെ വേദനയിൽ ദുഃഖിക്കണം, അതെൻ്റെ കൂടി വേദനയാണെന്ന് എനിക്ക് തോന്നണം. അത് സൃഷ്ടിച്ചതാണ് ചരിത്രത്തിൽ യേശുദേവൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അത് ചരിത്രത്തെ നോക്കി, ആ കാലത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കി ഒരു രാജാധികാരം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത അടിമത്വത്വം നിലനിർത്തുക എന്നതാണ്. അടിമത്വത്തിൻ്റെ അടിസ്ഥാന കാര്യം കാരുണ്യമില്ല എന്നതാണ്. എല്ലാ സമൂഹത്തിലും ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു, അടിസ്ഥാന കാരണം അവർക്ക് കാരുണ്യമില്ല എന്നതാണ്. മഹാത്മാഗാന്ധിയാണ് അത് തിരിച്ചറിഞ്ഞത്. അവരെ തെറ്റല്ലത്, അവരുടെ മനസ്സിൽ കാരുണ്യമില്ല. ഇന്ത്യയിലെ മനുഷ്യനാണെങ്കിൽ ആകെ ഉള്ളത് റേഷൻ അല്ലാതെ എല്ലാവരും അകത്ത് സൂക്ഷിക്കുന്നത് ഈ ജാതിബോധം കൊണ്ട് നീതിബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സൂക്ഷിക്കുന്നത് ഭയമായിരിക്കും. യേശുദേവന്റെ കാലത്ത് അത് വേറൊരു തരത്തിലാണ്. റോമാ സാമ്രാജ്യത്വം ഭയപ്പെടുത്തി ജീവിച്ചതാണ്. ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭയപ്പെടുത്തി ജീവിച്ചതാണ്. ഇവിടെ ഒരുമിച്ച് എതിർക്കാനുള്ള ജാതിബോധത്തിൻ്റെ ഭിന്നത കൊണ്ട് എന്താണ് നീതി എന്നറിയാതെ നിരക്ഷരരായി നിന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കാണ് ഗാന്ധി യേശുദേവൻ്റെ കാരുണ്യബോധം കൊണ്ടുചെന്നത്. അപ്പം അത് നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ ചരിത്രത്തെ നമുക്ക് ശരിയായി വിലയിരുത്താൻ പറ്റും. പക്ഷെ ചരിത്രത്തെ ശരിയായി മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല എന്നത് ഇന്ന് ലോകത്ത് എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ഗൂഢാലോചനയാണ്. എല്ലാ മതത്തെയും ചരിത്രത്തെ സാക്ഷിയാക്കി വേണം പഠിക്കാൻ.
അപ്പോൾ ഇവിടെ തിരുമേനി പറഞ്ഞതുപോലെ മനുഷ്യൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ മാറ്റി നിർത്തേണ്ടതല്ല. മനുഷ്യൻ രണ്ട് കൂട്ടരേ ഉള്ളൂ, വേദനിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും. ഏത് സമൂഹത്തിലും അങ്ങനെയുള്ളൂ, അതല്ലാതെ വേറെ മനുഷ്യരില്ല. വേറൊരു കൂട്ടർ കൂടി ഇപ്പോഴുണ്ടായിട്ടുണ്ട്, പ്രകൃതിയെ അനുസരിച്ച് ജീവിക്കുന്നവരും പ്രകൃതിയെ ആക്രമിച്ച് ജീവിക്കുന്നവരും. ഇതിൽ ആക്രമിച്ച് ജീവിക്കുന്നവർ പ്രകൃതിയെയും മനുഷ്യനെയും വേദനിപ്പിക്കുന്നവരാണ്. അനുസരിച്ച് ജീവിക്കുന്നവർ പ്രകൃതിയെയും മനുഷ്യരെയും വേദനിപ്പിക്കാത്തവരാണ്. മനുഷ്യരെ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെയും വേദനിപ്പിക്കാത്തവരാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനി പറഞ്ഞത്, വേദനിക്കുന്നവനോടൊപ്പം നിൽക്കുക. വേദനിപ്പിക്കുന്നവരെ കഴിയുമെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ ആയുധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും സ്വഭാവമില്ലാതെ തിരുത്താൻ പരിശ്രമിക്കുക. അതിനുവേണ്ടി ചിലപ്പം സ്വയം ബലി നൽകേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും. ഒരാളെ തിരുത്തുന്നത് ഒരത്ഭുത കാര്യമാണ്, ഒരാളെ കൊല്ലുന്നത് സ്വല്പം ക്രൂരത മാത്രം മതി. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ശരിയായി സഞ്ചരിക്കാൻ, മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി ജനിച്ച ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം കാരുണ്യമായി മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലൊരു നക്ഷത്രം ഉണ്ടാവും. മനസ്സിലൊരു നക്ഷത്രം ഉണ്ടാവും. ഇപ്പം ക്രിസ്തുമസിനും ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾക്കും, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഉത്സവങ്ങൾക്കും ഒരുപാട് വെളിച്ചം ഉണ്ടാകും. മിക്കവാറും നമ്മളെ കറണ്ടിൻ്റെ വലിയൊരു പങ്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പുറത്തെ വെളിച്ചമല്ല വെളിച്ചം, വെളിച്ചം അകത്തെ വെളിച്ചമാണ്. അകത്ത് വെളിച്ചം വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വെളിച്ചമൊന്നും വേണ്ട, ഇരുട്ടത്തും സ്നേഹിക്കാം. ഇരുട്ടത്തും അവൻ്റെ ഗന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റും, മണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഭാര്യയ്ക്കും ഭർത്താവിനും തിരിച്ചറിയാൻ പറ്റും, അമ്മയ്ക്കും മക്കൾക്കും തിരിച്ചറിയാൻ പറ്റും. അതിന് പ്രത്യേക കാരുണ്യമൊന്നും വേണ്ട, അതിന് സ്നേഹം മതി. പക്ഷെ അയൽവക്കത്തെ ഒരു നിലവിളി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു നക്ഷത്രമുണ്ടെങ്കിൽ, യേശുദേവൻ്റെ കാരുണ്യത്തിൻ്റെ കണങ്ങളുള്ള ഒരു നക്ഷത്രമുണ്ടെങ്കിൽ, നമുക്ക് ആ നിലവിളി നമ്മുടെ അകത്ത് ഒരു ആർദ്രതയുടെ അനുരണനം സൃഷ്ടിക്കും. അപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സർവരും യോഗ്യരാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ശ്രീനാരായണ ഗുരു കേരളത്തിലെ മനുഷ്യരെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച ആളുകളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം CF ആൻഡ്രൂസ് ശിവഗിരിയിൽ 1922 കാണാൻ വന്നിരുന്നു. കണ്ടിട്ട് തിരിച്ചു പോകുമ്പം CF ആൻഡ്രൂസ് അദ്ദേഹത്തിൻ്റെ യൂറോപ്പിൽ ജീവിക്കുന്ന സുഹൃത്തുക്കൾക്ക് എഴുതി, ഞാൻ നമ്മൾ ആരാധ്യതയോടെ കാണുന്ന യേശുദേവനെ കേരളത്തിൻ്റെ ഒരു കടലോര ഗ്രാമത്തിലെ ഒരു ചെറിയ സ്ഥലത്തെ പൂഴിമണ്ണിലൂടെ സന്യാസി വേഷത്തിൽ നടന്നു പോകുന്നത് കണ്ടു. അത് ശ്രീനാരായണ ഗുരുവാണ്. ഇങ്ങനെ തോന്നണം, നമ്മൾ നടക്കുമ്പോഴും മനുഷ്യന് തോന്നണം, നമ്മൾ കാരുണ്യത്തിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി കരയാനുള്ള ഒരു കുടം കണ്ണുനീർ മനസ്സിനകത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് അമ്മ മക്കൾക്ക് വേണ്ടി കരയാൻ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം മക്കൾ അമ്മയ്ക്ക് വേണ്ടി കരയാൻ അത്രത്തോളം സൂക്ഷിക്കുന്നില്ല. അത് വേറൊരു കാര്യം, അതിൻ്റെ പാവമല്ല. പിന്നെ ആര് തീർക്കും, എങ്ങനെ തീർക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നില്ല. പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ കരളിൻ്റെ കോണിൽ ഒരു തുടം കണ്ണുനീർ നമ്മൾ സൂക്ഷിക്കണം. അയൽവക്കക്കാരന് വേണ്ടി കരയാൻ, നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാകുന്ന വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി കരയാൻ. ആ ശ്രീനാരായണ ഗുരു ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിഷ്ഠ നടന്നത് അരുവിപ്പുറത്താണ്. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത് അന്ന് കുമാരനാശാനൊക്കെ അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടെ അവർ നട്ട് വളർത്തിയ ഒരു വലിയ വാഴക്കൊല ഏതോ ഒരാൾ രാത്രി മുറിച്ചോണ്ട് പോയി. അപ്പോൾ അതൊരു വലിയ വിഷയമായി നാട്ടിൽ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സ്ഥലത്ത് ആരോ നട്ട് ശ്രീനാരായണ ഗുരു കൂടി വെള്ളം ഒഴിച്ച് വളർത്തിയ വാഴക്കൊല മോഷണം പോയി. അപ്പോൾ അന്ന് നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റ് ആയിരുന്നയാൾ കുമാരനാശാൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇതറിഞ്ഞു.
അപ്പോൾ അദ്ദേഹത്തിന് വാശിയായി, ഇതിൻ്റെ കേസ് പോലീസ് കൊണ്ട് കോടതി കൊടുത്താൽ എന്തായിരുന്നാലും കൊല കൊണ്ടുപോയ ആളെ ശിക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ തീരുമാനമൊക്കെ ഇങ്ങനെയാണ് തീരുമാനമെന്നറിഞ്ഞ് പ്രതി പിടിക്കപ്പെട്ടു. പോലീസ് അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ ഈ മജിസ്ട്രേറ്റ് എന്തായിരുന്നാലും ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ശിക്ഷ എന്ന് പറഞ്ഞാൽ നിർത്തി 100 അടി കൊടുക്കുക, പരസ്യമായി ഒരു കൊലയും ചുവന്ന് ഇങ്ങനെ അപമാനിക്കുക, ഇങ്ങനെയാണ് ശിക്ഷ. ശ്രീനാരായണ ഗുരു ഇതറിഞ്ഞു. ശ്രീനാരായണ ഗുരു ഇതറിഞ്ഞപ്പോൾ കുമാരനാശാനോട് വിളിച്ച് പറഞ്ഞു, ഒരു പാവപ്പെട്ടവൻ നിവർത്തികേട് കൊണ്ട് അരുവിപ്പുറത്തെ അല്ല എവിടത്തെ ആയിരുന്നാലും ഒരു കൊല കൊണ്ടുപോയാൽ ആ കൊണ്ടുപോയ കൊലയുടെ പേരിൽ അയാളുടെ ആത്മാഭിമാനത്തെ കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഇങ്ങനെ എങ്ങാണ് ഒന്നുണ്ടായാൽ പിന്നെ ഞാൻ അരുവിപ്പുറത്തേക്ക് പോവുകയില്ല, ഞാൻ അരുവിപ്പുറം പെടും. അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിലുള്ളത് കാരുണ്യമാണ്, യേശുദേവനാണ്, ക്രിസ്തുമസാണ്, സ്നേഹിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു മോഹത്തിൻ്റെ വളർച്ചയാണ്. മജിസ്ട്രേറ്റ് തടഞ്ഞു. കുമാരനാശാൻ തന്നെ പോയി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ശിക്ഷയൊന്നും പാടില്ല, ശിക്ഷ വന്നാൽ ഗുരു പിന്നെ അങ്ങോട്ട് പോകത്തില്ല, അത് വളരെ ഒരു അപകടം പിടിച്ച കാര്യമാണ്, അതുകൊണ്ട് അങ്ങ് ചെയ്യരുത്. അവസാനം ശിക്ഷിക്കാതെ വിട്ടു. ഇത് ഞാൻ പറയാൻ കാര്യം, ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയാവുന്നത് ക്രിസോസ്റ്റം തിരുമേനിയുടെ അവിടെ നടന്നിട്ടുണ്ട്. ക്രിസോസ്റ്റം തിരുമേനിയുടെ വീട് തിരുമേനിക്കൊക്കെ അറിയാം. അവിടെ എന്നെക്കാൾ കൂടുതൽ കാലമൊക്കെ താമസിച്ചതാണ്. പമ്പയുടെ തീരത്താണ്. പമ്പ എന്ന് പറയുന്ന ആർക്കും ഉള്ളതല്ല. പമ്പ എല്ലാ പാപങ്ങളും ഏറ്റുവാങ്ങി, എന്നാൽ ഒരു പാപവും ഏൽക്കാതെ ഒഴുകുന്ന നദിയാണ്. എല്ലാ നദികളും അങ്ങനെയാണ്. അപ്പോൾ പമ്പയുടെ തീരത്ത് പമ്പയെപ്പോലെ തന്നെ എല്ലാവരുടെയും ദുഃഖം ഏറ്റുവാങ്ങി കഴിയാവുന്നത്ര പരിഹാരം കണ്ട് ശുദ്ധനായ ഒരു മനുഷ്യനായി ജീവിക്കുന്ന ഒരു അത്ഭുത ജീവിതമാണ് ക്രിസോസ്റ്റം തിരുമേനി നയിച്ചത്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാതെയും അതിലേ എങ്ങാനും യാത്രയുണ്ടെങ്കിൽ തിരുമേനി വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കയറി തിരുമേനിയോട് 1 മണിക്കൂർ സംസാരിച്ചാണ് പോകുന്നത്. തിരുമേനിയോട് സംസാരിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള അഴുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. ഒന്ന് പമ്പയിൽ കുളിച്ചതുപോലെ ആവും, പിന്നെ നമുക്ക് പോവാം. അപ്പം തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ പല കൃഷി പരിപാടികളിലും തിരുമേനിയെ വിളിച്ചിട്ടുണ്ട്. ഈ കടപ്ര 40-40 വർഷമായി കൃഷി ചെയ്യാതെ കിടന്ന ഒരു വയൽ കൃഷി ചെയ്തപ്പോൾ അവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വിളിച്ചത് കൃഷിയാണ്. ഞാനാണത് പോയി ആദ്യം നട്ടത്. അപ്പം തിരുമേനി എന്നോട് പറഞ്ഞു, ഇല്ല, എല്ലായിടത്തും ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എനിക്കും കൃഷി ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ഇവിടുത്തെ കൃഷി ഓഫീസറോട് പറഞ്ഞ് കുറച്ച് ഏത്തവാഴക്കന്ന് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ വേണമെങ്കിലും തരാം, തിരുമേനി എപ്പോഴും റെഡിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവരൊരു 100 ഏത്തവാഴക്കന്ന് കൊടുത്തു. ഏത്തവാഴക്കൊന്ന് തിരുമേനി അവിടെ 3-4 പേരെയൊക്കെ സംഘടിപ്പിച്ച് ഈ പമ്പയുടെ തീരത്ത് കുറച്ച് സ്ഥലമെടുത്ത് ഏതാണ്ട് ഒരു ഉണങ്ങി വരുന്ന കാലത്ത് അവിടെ ഈ ഏത്തവാഴക്കന്ന് തിരുമേനി തന്നെ ആദ്യത്തത് നട്ട്, പിന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടെ നട്ട് ഒരു ഏത്തവാഴത്തോട്ടം ഉണ്ടാക്കി. അപ്പം ഏത്തവാഴത്തോട്ടം ഉണ്ടാക്കി ഈ പമ്പയുടെ എക്കലൊക്കെ ആയതുകൊണ്ടും വെള്ളം പമ്പയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടും ഒന്നിനും ദാരിദ്ര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ തിരുമേനി നട്ടതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും പിന്നെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കൊണ്ടും അവിടെ എങ്ങും ഇല്ലാത്ത വലിയ വളർച്ച ആ ഏത്തവാഴകൾക്കുണ്ടായി. അപ്പോൾ ഏത്തവാഴകൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് അതിഭയങ്കര കൊലകളായിരിക്കും. അപ്പോൾ എല്ലാം ഇങ്ങനെ 2 ആഴ്ചയ്ക്ക് ഏതാണ്ട് 2 ആഴ്ചക്കകം വെട്ടാവുന്ന തരത്തിൽ ആ തരത്തിൽ ഒരുമിച്ച് കൊലച്ചു. അപ്പോൾ തിരുമേനിയോട് വന്ന് എല്ലാവരും പറഞ്ഞു, ഭയങ്കര കൊലകളാണ്, തിരുമേനിയുടെ അനുഗ്രഹമാണ്. തിരുമേനി പറഞ്ഞു, എൻ്റെ അനുഗ്രഹമൊന്നുമല്ല, ഇത് പമ്പയുടെ അനുഗ്രഹമാണ്. പമ്പ കൊണ്ടുവന്ന മണ്ണും പമ്പയിലെ ജലവും പിന്നെ നിങ്ങളെല്ലാം നട്ടതുകൊണ്ടും എല്ലാവർക്കും കൊല കിട്ടിയാൽ ഉണ്ടാകുന്ന മോഹം കൊണ്ടും പിന്നെ നമ്മുടെ കർത്താവിൻ്റെയും ശബരിമല അയ്യപ്പൻ്റെയും മറ്റെല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം കൊണ്ടും ഇങ്ങനെ വന്നാണ്. അപ്പം ഒരു ദിവസം അതിൽ ആദ്യം കൊലച്ച ഒരു വലിയ കൊല രാത്രി ആരോ വെട്ടിക്കൊണ്ടുപോയി. അപ്പം തിരുമേനി അവിടെ ആളെ വിളിച്ചു കൂട്ടി. കാര്യസ്ഥൻ ചെന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഒരു കൊല പോയെന്ന്. തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ വെട്ടിക്കൊണ്ടുപോയത്? അതറിയത്തില്ല, കൊല പോയി. അതൊരു വലിയ കൊലയാണ്, ഒരു 10-20 കിലോ വരുമായിരുന്നു, അത് പോയെന്ന്. തിരുമേനി പറഞ്ഞ്, പോയതിലല്ലടാ സങ്കടം, ഈ പമ്പയിൽ പാമ്പൊക്കെ ഉണ്ട്, അവിടെ കാടുമാണ്, രാത്രി ഇരുട്ടത്ത് വെട്ടമൊന്നുമില്ലാതെ അവൻ കൊല വെട്ടാൻ വേണ്ടി ചെന്നവനെ പാമ്പങ്ങാണം കടിച്ചു ചെത്താൽ കുറ്റം എൻ്റെ പേര് വരത്തില്ലേ? ആ മുല്ലക്കര രക്ഷപ്പെടും
കാരണം അയാൾ തിരുവനന്തപുരത്താണ്, സത്യത്തിൽ അയാളാണ് കുറ്റക്കാരൻ. പക്ഷെ അയാളെ ശിക്ഷിക്കല്ല. എന്നെ പോലീസ് പിടിച്ചില്ലേലും നാട്ടുകാരെങ്കിലും മനസ്സിൽ പറയും അദ്ദേഹം കാരണമാണ് ഇത് സംഭവിച്ചത്. അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. കൊല നമുക്ക് മാത്രം ഉള്ളതല്ല, പമ്പയ്ക്ക് കൂടി ഉള്ളതാണ്, നാട്ടുകാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് കൊല വെട്ടിക്കൊണ്ടു പോകുന്നതിൽ വിരോധമില്ല. ഇന്ന് വൈകിട്ടൊരു ബോർഡ് എഴുതി തൂക്കണം. ഇത് പമ്പയും പിന്നെ തിരുമേനിയും പിന്നെ നാട്ടുകാരും കൃഷി വകുപ്പും കൂടെ വെച്ച ഒരു തോട്ടമാണ്. അതുകൊണ്ട് കൊല വേണമെന്നുള്ളവർക്ക് വെട്ടാം, പക്ഷേ വെട്ടുന്നവർ രാത്രി വെട്ടരുത്, വെട്ടത്ത് വെട്ടണം. രാത്രി വന്നാൽ വെട്ടുന്നത് കൊണ്ട് കൊലയ്ക്ക് ദോഷമുണ്ട്, നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതല്ല. രാത്രി വെട്ടിയാൽ പാമ്പിൻ്റെയോ പട്ടിയുടെയോ മറ്റേതെങ്കിലും പ്രശ്നമോ ഉണ്ടായാൽ, ഇനി വീണ് വല്ല പരിക്കും പറ്റിയാൽ ഞങ്ങൾക്കതിൻ്റെ കുറ്റം ഏറ്റെടുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് കൊലയിൽ മോഹമുള്ളവർ രാത്രി വന്ന് ഒരു കൊല വീതം വെട്ടിക്കൊണ്ടു പോകുന്നതിന് അനുവാദമുണ്ട്. താഴെ എൻ്റെ പേരും തിരുമേനിയുടെ പേരും എഴുതിയേക്കാം. തിരുമേനി പറഞ്ഞത്, ആ വിളവെടുപ്പ് ഉത്സവത്തിന് ഞാൻ പോയി, തിരുമേനി പറഞ്ഞത്, തിരുമേനി പ്രസംഗിച്ചാണത്. തിരുമേനി പറഞ്ഞു, പിന്നെ ഒരു കൊലയും ആരും വെട്ടിയില്ല. അത് സത്യസന്ധത കൊണ്ടല്ല, ഈ വെട്ടത്ത് വെട്ടാൻ എനിക്കുള്ളത് കൂടിയാണ് ഇതെന്നറിഞ്ഞാൽ ആരും വെട്ടുകയില്ല. നമുക്ക് മോഷ്ടിക്കാൻ തോന്നുന്നത് എനിക്കുള്ളതല്ല എന്നറിയുമ്പോഴാണ്. ചില വീടുകളിൽ തന്നെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യയ്ക്ക് എടുക്കാൻ അവകാശമുണ്ടെങ്കിൽ ഒരു ഭാര്യയും പൈസ എടുക്കുകയില്ല, മക്കളും എടുക്കുകയില്ല. പക്ഷെ എടുക്കാൻ അനുവാദമില്ലെങ്കിൽ മോഷ്ടിക്കും. അതായത് ഇത് നമുക്കുള്ളതാണ് എന്ന തോന്നലുണ്ടാക്കുന്നതാണ് മോഷണം നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മോഷണം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതെല്ലാം നമുക്കുള്ളതാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്കത് സൃഷ്ടിക്കാൻ പറ്റും. എല്ലാം നമുക്കുള്ളതാണെങ്കിൽ പിന്നെ മോഷ്ടിക്കുകയല്ല എന്ന് മാത്രമല്ല, പിന്നെ ഒന്നും എടുക്കുകയല്ല. തിരുമേനി സൃഷ്ടിച്ചത് ഒരു ദർശനമാണ്. ഈ കൊലകൾ എനിക്കുള്ളതല്ല, ഇത് പമ്പയ്ക്കും നിങ്ങൾക്കും ഒരവകാശം എനിക്കുമുണ്ട്. അതുകൊണ്ട് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അത് സൗകര്യമായി പകല് വന്ന് ഓരോ കൊല വെട്ടിക്കൊണ്ട് പോവുക, അതൊരു സന്ദേശമാണ്, ഒരു കാരുണ്യത്തിൻ്റെ സന്ദേശമാണ്. യേശുദേവൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ബുദ്ധൻ്റെയും സന്ദേശമാണ്. ആ സന്ദേശം എല്ലാ വീടുകളിലും ഉണ്ടായാൽ സ്നേഹം കാരുണ്യമായി മാറും. എൻ്റെ ദുഃഖം മാത്രമല്ല, എൻ്റെ ദുഃഖം നിന്റെ വേദനയിൽ നിന്നുണ്ടാവുന്ന ദുഃഖമാണ് എൻ്റെ ദുഃഖം. ഓരോ അമ്മമാരുടെയും വിശപ്പ് അവരുടെ വിശപ്പല്ല, മക്കളുടെ വിശപ്പാണ്. മക്കൾക്ക് വിശക്കുന്നു എന്നറിയുമ്പോഴാണ് അമ്മമാർക്ക് വിശക്കുണ്ടാവും. മക്കൾ കഴിക്കുമ്പോഴാണ് അവരുടെ കാരുണ്യം നിറയുന്നതും അവരുടെ വിശപ്പ് മാറുന്നതും അവരുടെ ഹൃദയം നിറയുന്നതും. ഹൃദയം നിറയണം. ഹൃദയത്തിലുണ്ടാവണം യേശുദേവൻ, ഹൃദയത്തിലുണ്ടാവണം നക്ഷത്രം. ആ നക്ഷത്രമേ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏതശുദ്ധമായ ഇരുട്ടിനെയും മാറ്റി നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ അകത്തെത്തിക്കുന്ന കാരുണ്യത്തിൻ്റെ മഹത്തായ ഒരു സൗന്ദര്യമായി വിരിയും. അങ്ങനെ ഒരു പൂ വിരിയുന്ന തരത്തിൽ കാരുണ്യം മനസ്സിലുണ്ടാകുമെങ്കിൽ ക്രിസ്തുമസ് ലോകത്തിൻ്റെ ആഘോഷമല്ല, ലോകത്തിൻ്റെ ആദർശമാണ്. ലോകത്ത് കാരുണ്യം എല്ലാവരും മനസ്സിൽ നിറയ്ക്കുന്ന, ലോകത്തിന് അതുവരെയുള്ള ചരിത്രത്തിലില്ലാത്ത, അതുവരെ കാരുണ്യമില്ലാത്ത മനുഷ്യനിൽ നിന്ന് അധികാരത്തെയും മനുഷ്യരെയും സർവ്വതിനെയും കാരുണ്യമുള്ള ഒന്നാക്കി മാറ്റാൻ താൻ രക്തസാക്ഷിയായി, തൻ്റെ പിന്നാലെ ലക്ഷക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷിയായി ലോകത്തെ കാരുണ്യത്തിലേക്ക് കൊണ്ടുവന്ന ആ വഴി തെളിച്ചയാളാണ് യേശു. ഇന്ന് ലോകത്തിലില്ലാത്തത്, ഇന്ന് ഒരു സൗഹൃദത്തിലും കാരുണ്യമില്ല, അപൂർവം മാത്രമേ ഉള്ളൂ. ഒരു ക്രിസോസ്റ്റം തിരുമേനിയിലോ ഒരു ശ്രീനാരായണ ഗുരുവിലോ ഒരു തീമോസ് തിരുമേനിയിലോ ഒക്കെ മാത്രം കാരുണ്യം നിന്നിട്ട് കാണിക്കില്ല, ഓരോരുത്തരിലും ഉണ്ടാവണം. ഇന്നെല്ലാം കച്ചവടമായ ഒരു കാലത്ത്, സ്നേഹം തന്നെ വിൽപ്പനയ്ക്ക് വെച്ച ഒരു കാലത്ത്, ചിരി പോലും വിൽക്കപ്പെടുന്ന കാലത്ത്, എല്ലാം സമൂഹത്തിൽ കച്ചവടത്തിൻ്റെ ഇരുട്ട് കയറി വിളക്കണഞ്ഞ് നിൽക്കുന്ന കാലത്ത്
ഈ ക്രിസ്തുമസ് കാലം ആ വിളക്ക് അകത്ത് തെളിയാൻ, ഹൃദയത്തിൽ ആ നക്ഷത്രം വിരിയാൻ നമ്മൾ ഈ ക്രിസ്തുമസ് കാലം സാർത്ഥകമായി ഉപയോഗിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കൂടി ഇതിൽ ക്ഷണിച്ചതിൽ, ഇത് അതിമനോഹരമായിട്ടാണ് സംഘടിപ്പിച്ച് അതിൽ ഈ ഷിബു സാമുവൽ അച്ഛനുള്ള പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.